360 ടോട്ടൽ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ബൈസെപ്സിൻ്റെ വർക്കൗട്ടാണ്. ബൈസെപ്സിനെ ടോണപ്പ് ചെയ്യാനും അതുപോലെ ഷേപ്പ് ശരിക്കും പ്രൊജക്റ്റ് ചെയ്ത് കാണാനുള്ള വർക്കൗട്ടാണ് നമ്മൾ ഇന്ന് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. എന്നുവെച്ചാൽ ബൈസെപ്സിൽ ഒരുപാട് ലൂസ് ഫാറ്റ് ഉണ്ടെങ്കിൽ അത് ബേൺ ഔട്ട് ചെയ്ത് നല്ല രീതിയിൽ ഷേപ്പ് അപ്പ് ചെയ്യാനുള്ള 3 മെയിൻ മേജർ വർക്കൗട്ട്സ്. അതിൽ ആദ്യത്തെ വർക്കൗട്ട് വൈഡ് കേളാണ്, വൈഡ് കേളിങ്. അതിനുശേഷം സെക്കൻഡ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് സൂപ്പിനേഷൻ കേളാണ്. തേർഡ് മെയിൻ വർക്കൗട്ട് ഹാമർ കേൾ ആംഗിൾ വൈസ് ആണ്. ഈ 3 മെയിൻ വർക്കൗട്ട് കൊണ്ട് ബൈസെപ്സിനെ ഓവറോൾ നല്ല രീതിയിൽ നമുക്ക് ടോണപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഷോയിൽ ബൈസെപ്സിൻ്റെ വർക്കൗട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട് നമ്മളുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് വിമൽ ലാലു ആണ്. മിസ്റ്റർ കേരളയും അല്ലെ സൗത്ത് ഇന്ത്യൻ ചാമ്പ്യനുമാണ്. ലൈഫിലെ ചീഫ് ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മളുടെ ഈ ഒരു ബൈസെപ്സിൻ്റെ ഷോ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, നല്ല രീതിയിൽ വാച്ച് ചെയ്ത് ബൈസെപ്സിനെ നല്ല രീതിയിൽ ടോണപ്പ് ചെയ്യുക. നമ്മൾ ഇന്ന് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് ബൈസെപ്സിൻ്റെ വർക്കൗട്ടാണ്. ബൈസെപ്സിൽ ഏറ്റവും കൂടുതൽ ഷേപ്പ് പ്രൊജക്റ്റ് ചെയ്യുന്ന കുറച്ച് വർക്കൗട്ട്സാണ് നമ്മൾ ഇന്ന് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. 3 മേജർ വർക്കൗട്ട്സാണ് ബൈസെപ്സിൻ്റെ എല്ലാ ആംഗിളും ടോണപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ നമുക്കൊരു ഫിറ്റ്നസ് ഫിസിക്കിൻ്റെ ഒരു മോഡലിൽ ബോഡി ടോണപ്പ് ചെയ്യാനായിട്ട് ഈ 3 വർക്കൗട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വളരെ സിമ്പിളായിട്ടുള്ള മൂവ്മെൻറ്റ് നമുക്ക് ബിഗിൻ ചെയ്യാം. ഡംബൽ വൈഡ് കേളിംഗ് മൂവ്മെൻറ്റ്സ് ആണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. അതിന് നമുക്ക് സാവധാനം 2 ഡംബൽ മെല്ലെ ലിഫ്റ്റ് ചെയ്തെടുക്കാം. എപ്പോഴും നമ്മൾ ഈ ഒരു വൈഡ് കേൾസ് മൂവ്മെൻറ്റ് ചെയ്യുമ്പോൾ ലൈറ്റ് വെയ്റ്റ് ഡംബലിൽ നിന്ന് ബിഗിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ലൈറ്റ് വെയ്റ്റ് ഡംബൽ എടുത്തതിന് ശേഷം സാവധാനം 2 ഡംബിൾസും വൈഡ് ആംഗിളിൽ മെല്ലെ ലിഫ്റ്റ് ചെയ്ത് ഹോൾഡ് ചെയ്തു. അതിനുശേഷം ബൈസെപ്സ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ പോവാണ്. ഇൻഹേൽ ആൻഡ് എക്സ്റ്റെൻഡ്, ദെൻ എക്സെയിൽ. കേൾ ചെയ്യുമ്പോൾ എക്സെയിൽ ചെയ്യുന്നു, എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഇൻഹേൽ ചെയ്യുക. ഡംബൽ സൈഡിലേക്ക് വൈഡ് ചെയ്യുമ്പോൾ ഇൻഹേൽ ചെയ്യും, ക്ലോസ് ചെയ്യുമ്പോൾ എക്സെയിലും ചെയ്യാം. അപ്പോൾ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ബൈസെപ്സിൻ്റെ എല്ലാ ആംഗിളും ടൈറ്റൻ ചെയ്യുന്നത് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും. ഇത് കറക്റ്റ് ഷോൾഡർ ലെവലിൽ ബാലൻസ് ചെയ്ത് വേണം ചെയ്യാനായിട്ട്. വളരെ സാവധാനം ഒരു 15 കൗണ്ട് വീതം വേണം പ്രാക്ടീസ് ചെയ്യാനായിട്ട്. ഡംബൽ വൈഡ് കേളിംഗ് മൂവ്മെൻറ്റ്. സ്പീഡ് യാതൊരു കാരണവശാലും പാടില്ല ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്യുമ്പോൾ. ദെൻ സാവധാനം മെല്ലെ 2 ഡംബലും താഴ്ത്തി വയ്ക്കുക. അതിനുശേഷം മെല്ലെ ബോഡി സ്ട്രെയിറ്റ് ആയിട്ട് നിന്നതിന് ശേഷം ഓരോ കൈയും ചെറുതായിട്ട് സ്ട്രെച്ച് ചെയ്യുക. ബൈസെപ്സ് മസിൽ സ്ട്രെച്ച് ചെയ്യുക. ഡൗൺ ആംഗിളും സ്ട്രെച്ച് ചെയ്യുക. ഫസ്റ്റ് ഫ്രണ്ട് ആംഗിൾ, ദെൻ ഡൗൺ ആംഗിൾ സ്ട്രെച്ച്, then opposite down angle stretch, then relax. അതിനുശേഷം നോർമൽ ബ്രീത്തിങ് ജസ്റ്റ് 5 times ചെയ്യുക. ഇൻഹേൽ ആൻഡ് എക്സേൽ 5 times. അടുത്തതായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് സൂപ്പിനേഷൻ കേളാണ്. ബൈസെപ്സിൻ്റെ ഏറ്റവും കൂടുതൽ ഷേപ്പ് പ്രൊജക്റ്റ് ചെയ്യുന്ന 3 വർക്കൗട്ടിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കൗട്ടാണ് അടുത്തത് സൂപ്പിനേഷൻ കേൾ. 2 കാലുകളും മെല്ലെ ചേർത്ത് വയ്ക്കുക സീറ്റഡ് പൊസിഷനിൽ. അതിനുശേഷം മെല്ലെ 2 ഡംബൽ ലിഫ്റ്റ് ചെയ്ത് പിടിക്കുക. കയ്യിൽ എല്ലാ ഫിംഗേഴ്സും ടൈറ്റ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം റൈറ്റ് ഹാൻഡ് ഇൻഹേൽ ചെയ്തുകൊണ്ട് ഡംബൽ കേൾ ചെയ്യുന്നു. ലാസ്റ്റ് ടൈമിൽ ഡംബൽ ഇന്നർ പാർട്ടിലേക്ക് ഒരു അല്പം ട്വിസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം മെല്ലെ ഡൗൺ ചെയ്യുക. സെയിം വേ ഓപ്പോസിറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് കേൾ ചെയ്യുന്നു, ഇൻസൈഡ് ട്വിസ്റ്റ് ചെയ്യുന്നു,
ദെൻ ഡൗൺ ചെയ്യുന്നു. എന്തിനാണ് അങ്ങനെ ട്വിസ്റ്റ് ചെയ്യുന്നത് കഴിഞ്ഞാൽ ബൈസെപ്സിൻ്റെ ലോവർ പാർട്ടും ഇന്നർ പാർട്ടും ഔട്ട്സൈഡ് പാർട്ടും കൂടുതൽ ഷേപ്പ് പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ടോൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ ബ്രീത്തിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഹേൽ ചെയ്ത് സ്ട്രെച്ച് ചെയ്യുന്നു, സൂപ്പിനേഷൻ കേളിലേക്ക് കൊണ്ടുവരുന്നു, ദെൻ ഡൗൺ ചെയ്യുന്നു. ദ സെയിം വേ ഓപ്പോസിറ്റ് സൈഡ്, ഇൻഹേൽ ആൻഡ് റൊട്ടേറ്റ് യുവർ റിസ്റ്റ് ഇൻസൈഡ്. സാവധാനം ചെയ്യാം മൂവ്മെൻറ്റ്സ്. ഒരു കാരണവശാലും എൽബോ ഒരുപാട് മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യാതെ നോക്കുക. റിസ്റ്റ് നന്നായിട്ട് ഉള്ളിലേക്ക് ട്വിസ്റ്റ് ചെയ്യുക. ഈ ഒരു സൂപ്പിനേഷൻ കൊണ്ട് ബൈസെപ്സിൻ്റെ എല്ലാ ആംഗിളും ക്ലിയർ ആയിട്ട് ഷേപ്പ് തെളിഞ്ഞു വരും. അതിനുശേഷം മെല്ലെ ഡംബിൽ ഡൗൺ ചെയ്യുക. രണ്ട് ആംസും സൈഡ് വൈസ് സ്ട്രെച്ച് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം പാം ഡൗൺവേർഡ്സ് ആംഗിളിൽ സ്ട്രെച്ച് ചെയ്യുക. അതിനുശേഷം മെല്ലെ റിസ്റ്റ് ടൈറ്റ് ചെയ്ത് ഫിംഗേഴ്സ് ടൈറ്റ് ചെയ്ത് ബൈസെപ്സ് മാക്സിമം ടൈറ്റൻ ചെയ്യുക. ദെൻ റിലീസ്, അഗെയിൻ സ്ട്രെച്ച് ഡൗൺ. വൺ മോർ ടൈം, tight your wrist, biceps, then stretch and relax. Then do normal breathing again 5 times. സൂപ്പിനേഷൻ കേൾ ചെയ്തു. അതിനുശേഷം നമ്മൾ ബൈസെപ്സ് മസിൽസിനൊരു സ്ട്രെച്ചിങ്ങും നൽകി. അപ്പോൾ സൂപ്പിനേഷൻ കേൾസും നമുക്ക് 10 കൗണ്ട്സ് 3 സെറ്റ്സ് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുക. നല്ല രീതിയിൽ നമുക്ക് ബൈസെപ്സിനെ ടോൺ ചെയ്യാൻ ഇതിലൂടെ സാധിക്കും. അടുത്തതായിട്ട് നമ്മൾ പരിശീലിക്കാൻ പോകുന്നത് ബൈസെപ്സിൻ്റെ തന്നെ ടോൺ അപ്പ് ചെയ്യുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആംഗിൾ വൈസ് ഹാമർ കേളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഹാമർ കേൾ തന്നെ ആംഗിൾ വൈസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് പരിശീലിക്കാം. നമുക്ക് സാവധാനം ഡംബൽ മെല്ലെ ലിഫ്റ്റ് ചെയ്തെടുക്കുക. ആദ്യം റൈറ്റ് ഹാൻഡ് ടുവേർഡ്സ് ലെഫ്റ്റ് ഷോൾഡറിൻ്റെ ആംഗിളിലേക്ക് മെല്ലെ ഹാമർ കേൾസ് മൂവ്മെൻറ്റ് ചെയ്യുക. ദെൻ ബൈസെപ്സ് നന്നായിട്ട് ടൈറ്റൻ ചെയ്തിട്ട് താഴത്തേക്ക് സ്ലോവിൽ എക്സ്റ്റെൻഡ് ചെയ്യുക. സെയിം വേ ഓപ്പോസിറ്റ് സൈഡ്, ടൈറ്റ് ചെയ്യുക ബൈസെപ്സ് ആൻഡ് എക്സ്റ്റെൻഡ് മാക്സിമം. നല്ല രീതിയിൽ എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കുക. ഇൻഹേൽ, എക്സേൽ, അഗെയിൻ ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, exhale, inhale, exhale, inhale, exhale. മെല്ലെ സാവധാനം ഡംബിൽ താഴ്ത്തി വയ്ക്കുക. അതിനുശേഷം രണ്ട് ആംസും ഡൗൺ സ്ട്രെച്ച് ചെയ്തിട്ട് റിസ്റ്റ് മെല്ലെ റൊട്ടേറ്റ് ചെയ്യുക. Then reverse, opposite side. Then relax. ബൈസെപ്സിൻ്റെ ഏറ്റവും ബെസ്റ്റ് റിലാക്സേഷണൽ എക്സസൈസ് എന്ന് പറയുന്നത് ബോഡി ഒരല്പം ഫോർവേഡ് ആംഗിളിൽ ബെൻഡ് ചെയ്യുക. അതിനുശേഷം നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ റിസ്റ്റ് റൊട്ടേറ്റ് ചെയ്യുക. ഫുള്ള് റിലാക്സ് ചെയ്ത പൊസിഷനിൽ, ആംസ് റിലാക്സ് ചെയ്ത പൊസിഷനിൽ റൊട്ടേറ്റ് ചെയ്യുക. Then reverse. അതിനുശേഷം മെല്ലെ ആംസ് ഷെയ്ക്ക് ചെയ്യുക. ഫിംഗേഴ്സ് എല്ലാം ലൂസ് ചെയ്തിട്ട് ഷെയ്ക്ക് ചെയ്യുക. റിലാക്സ്. ഇതാണ് നമ്മൾ ബൈസെപ്സിന് എപ്പോഴും ചെയ്യേണ്ട വാം ഡൗൺ മൂവ്മെൻറ്റ്. ബൈസെപ്സിൻ്റെ വർക്കൗട്ട് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതിലെ ഓരോ മൂവ്മെൻറ്റ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
വൈഡ് ആംഗിൾ സ്ട്രെച്ച് ആണെങ്കിലും സൂപ്പിനേഷൻ കേളിൽ റിസ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്ന മൂവ്മെൻ്റ് ആണ്, ഉള്ളിലേക്ക് ഇൻസൈഡ് ആംഗിളിൽ ട്വിസ്റ്റ് ചെയ്യുന്ന മൂവ്മെൻ്റ് ആണെങ്കിലും, അതേപോലെ തന്നെ ഹാമറിലെ ആംഗിൾ വൈസ് മൂവ്മെൻ്റ് ആണെങ്കിലും ഇതിലെ സ്പീഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ബ്രീത്തിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം ശ്രദ്ധിച്ച് പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്ത് ബൈസെപ്സിനെ നല്ല രീതിയിൽ ടോണപ്പ് ചെയ്യുക. എല്ലാ മസിൽസിനെയും സ്നേഹിക്കുന്ന പോലെ ബൈസെപ്സിനെയും കൂടിയും സ്നേഹിക്കുക. നല്ലൊരു ബിഗ് ബൈസെപ്സ് ഡെവലപ്പ് ചെയ്യുക, വെൽ ടോൺ ബൈസെപ്സ് ഡെവലപ്പ് ചെയ്യുക. അടുത്ത സെഷനിൽ നമ്മൾ വേറൊരു മേജർ മസിലിൻ്റെ ടോപ്പിക്കുമായിട്ട് നമുക്ക് മീറ്റ് ചെയ്യാം. താങ്ക് യു.